ദേശീയപാത നിർമ്മാണത്തിനായി തവണക്കടവിൽ നിന്നും തണ്ണീർമുക്കത്തേക്ക് മാറ്റിയ മണൽ ഖനനം അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ധീവരസഭ 6-ാം നമ്പർ കാര്യയോഗത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർമുക്കം ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി മണൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി തവണക്കടവിൽ നിന്നും തണ്ണീർമുക്കത്തേക്ക് മാറ്റിയ മണൽ ഖനനം അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ധീവരസഭ 6-ാം നമ്പർ കാര്യയോഗത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർമുക്കം ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ താലൂക്ക് പ്രസിഡന്റ് എം.ആർ. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. കളക്ടറേറ്റിൽ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ അവിടുത്തെ തീരുമാനങ്ങൾ ഡ്രെഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തീരത്ത് നിന്ന് 350 മീറ്റർ അകലെ മാത്രമേ ഡ്രെഡ്ജ് ചെയ്യാവുള്ളൂ എന്ന്. ആ ഡ്രെഡ്ജ് ചെയ്യുന്ന സമയത്ത് ആ ഡ്രെഡ്ജ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ഒരേപോലെ 3 മീറ്റർ ആഴത്തിൽ മാത്രമേ ഡ്രെഡ്ജ് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ നിലയിലല്ല. ഇപ്പൊ കണ്ണങ്കര തന്നെ ഡ്രെഡ്ജ് ചെയ്ത സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 13.5 മീറ്റർ താഴ്ച വരെയോളം സ്ഥലങ്ങളിൽ ഡ്രെഡ്ജ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന കോട്ടങ്ങൾ വളരെ വലുതാണ്. കാര്യം നമ്മൾ കായലിൽ മത്സ്യബന്ധനം നടത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഈ 13.5 മീറ്റർ ആഴത്തിൽ ഡ്രെഡ്ജ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒഴുക്കുവല നീട്ടുന്ന സമയത്ത് ഒഴുക്കുവലകൾ നീട്ടിക്കഴിഞ്ഞാൽ ഇത് ചുരുങ്ങി ഒരു ഭാഗത്ത് എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ തണ്ണീർമുക്കത്ത് കേരള കരിമീൻ എന്ന് അറിയപ്പെടുന്ന കരിമീന്റെ ഉത്ഭവസ്ഥാനം തന്നെ തണ്ണീർമുക്കം പ്രദേശത്താണ്. ഈ കരിമീനിന്റെയൊക്കെ പ്രജനനം തന്നെ അത് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെയാണ് കക്കാട പ്രജനനങ്ങൾ. ഇതുപോലെ മത്സ്യവ്യവസ്ഥക്ക് തന്നെ പൊതുവെ അതിന്റെ ആവാസ വ്യവസ്ഥക്ക് തന്നെ പൊതുവെ കോട്ടം തട്ടുന്ന നിലയിലാണ് ഈ ഡ്രെഡ്ജിങ് നടക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിനും ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം നൽകണമെന്നും എം.ആർ. ജയദേവൻ പറഞ്ഞു. തീരത്ത് നിന്ന് 350 മീറ്റർ കായലിലേക്ക് നീട്ടി 300 മീറ്റർ ആഴത്തിൽ മാത്രമേ മണ്ണെടുക്കാവൂ എന്നുള്ളിടത്ത് 13.5 മീറ്റർ ആഴത്തിലാണ് ഇവർ ഡ്രെഡ്ജിങ് നടത്തുന്നത്. ഇത് മത്സ്യത്തൊഴിലാളികൾക്കും കക്കാ തൊഴിലാളികൾക്കും മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പോലും പ്രതികൂലമായി ബാധിക്കും. തണ്ണീർമുക്കം ബണ്ട് 1976 നിർമ്മിച്ചത് തന്നെ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കും മത്സ്യസമ്പത്തിനും വേണ്ടിയാണ്. ബണ്ടിന് പോലും ഭീഷണിയാവുന്ന മണൽ ഖനനം എത്രയും വേഗം നിർത്തിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ആഹ്വാനം ചെയ്യുമെന്നും എം.ആർ. ജയദേവൻ കൂട്ടിച്ചേർത്തു. ആർ. പുരുഷോത്തമൻ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. സുരേഷ് കരിയിൽ, പഞ്ചായത്ത് അംഗം ബിന്ദു സദാനന്ദൻ, ധീവരസഭ വനിതാ വിഭാഗം സെക്രട്ടറി സീമ ശിവാനന്ദൻ, ഗീതാ ഷൺമുഖൻ, കെ.ജി. പ്രകാശൻ, ഹരിത തോട്ടുങ്കൽ, ഉദയകുമാർ, ആർ. ബിജു, ഗീതാരാജു എന്നിവർ സംസാരിച്ചു.